നിർമ്മലമായ സൗഹൃദത്തിന് ദൈവം നൽകുന്ന സമ്മാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വരൂ നമുക്ക് മനസ്സിലാക്കാം. പണ്ട് ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സുദാമ എന്നൊരു ദരിദ്രൻ ജീവിച്ചിരുന്നു. മനസ്സുകൊണ്ട് നിർമ്മലനും വിദ്യയിൽ മികച്ചവനുമായിരുന്നു അവൻ. എങ്കിലും ദാരിദ്ര്യം അവനെ വിടാതെ പിന്തുടർന്നു. വീട്ടിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഭാര്യയും മക്കളും കഷ്ടപ്പെട്ടു. എന്നിട്ടും അവൻ ഒരു നാളും വിഷ്ണുവിലുള്ള ഭക്തി കൈവിട്ടില്ല. അവന്റെ ഏക സമ്പത്ത് കൃഷ്ണനുമായുള്ള സൗഹൃദമായിരുന്നു. സുദാമയും കൃഷ്ണനും ചെറുപ്പത്തിൽ ഒരേ ഗുരുകുലത്തിൽ പഠിച്ചവരാണ്. കൃഷ്ണൻ ഇപ്പോൾ ദ്വാരകയുടെ രാജാവ്. എന്നാൽ സുദാമ എത്ര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാലും കൃഷ്ണനോട് ഒന്നും ചോദിച്ചിരുന്നില്ല. ഒരു ദിവസം സുദാമയുടെ ഭാര്യ കഷ്ടപ്പാട് സഹിക്കവയ്യാതെ നിങ്ങളുടെ കൂട്ടുകാരനെ ചെന്ന് കാണൂ, എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞ് അവനെ അയച്ചു. വേറെ വഴിയില്ലാതെ സുദാമ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമായ അവൽ എടുത്തുകൊണ്ടുപോയി. അത് വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു ഭക്ഷണമായിരുന്നു. പല ദിവസം നടന്ന് ദ്വാരകയിലെത്തിയ സുദാമയെ കണ്ട കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നതിനിടയിൽ കൃഷ്ണൻ തമാശയായി ചോദിച്ചു, എനിക്കാ എന്തു കൊണ്ടുവന്നു? സുദാമ മടിയോടെ ആ അവൽ എടുത്തുകൊടുത്തു. കൃഷ്ണൻ അത് വാങ്ങി സന്തോഷത്തോടെ കഴിച്ചു. സുദാമ കൃഷ്ണനോടൊപ്പം കുറേ ദിവസം അരമനയിൽ താമസിച്ചു. കൃഷ്ണനും സ്നേഹത്തോടെ യാത്രയച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ സുദാമയ്ക്ക് കണ്ണ് മഞ്ഞളിച്ചു. തന്റെ കുടിലുണ്ടായിരുന്ന ഇടത്ത് ഒരു സ്വർണ്ണ മാളിക തല ഉയർത്തി നിൽക്കുന്നു. അവൻ സ്തംഭിച്ചു നിന്നു. കൃഷ്ണൻ ഒന്നും മറന്നില്ല. ഞാൻ കൊടുത്ത ആ ചെറിയ അവലിന് അവൻ എനിക്കൊരു സ്വർണ്ണ മാളിക തന്നു എന്ന് സുദാമ തിരിച്ചറിഞ്ഞു. അതുപോലെ നാമും നിർമ്മലമായ മനസ്സോടെ ചെയ്യുന്ന ഓരോ കാര്യവും വ്യർത്ഥമാകില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. സമയം വരുമ്പോൾ അവൻ നമുക്കുള്ളതെല്ലാം തരും. ഓം നമോ നാരായണായ.